ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സരിതാസ് വ്ലോഗ്. അങ്ങനെ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വന്ന് വളരെ സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. ടീച്ചർ മോൾ ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. കെമിസ്ട്രിയിൽ ഫുൾ മാർക്കൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഫുൾ A+ ഉണ്ട്. ടീച്ചർ സ്കൂളിലെ ഒരുപാട് കുട്ടികൾ വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ട്. 100% സയൻസിൽ വിജയിക്കുന്നുണ്ട്. അതിന്റെ അഭിമാനത്തിലാണ് ഞങ്ങൾ. ഇനി അടുത്ത കൊല്ലം നിങ്ങളുടെ ഊഴാണ്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഒരാളും ഒരു വിഷമവും വിചാരിക്കരുത്. നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മളുടെ മനസ്സ് മാത്രം മതി. നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ എന്തും നമുക്ക് നേടാനായിട്ട് സാധിക്കും. അത് ഉറപ്പാണ്. സോ ബി ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ബി കോൺഫിഡന്റ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചു വന്നിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിരുന്നു അല്ലെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു തന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പൊ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കുറച്ച് എക്സ്പ്രഷൻസ് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അത് പഠിച്ചെടുക്കണം. എക്സ്പ്രഷൻസ് ഓരോന്നോരോന്നും നിങ്ങൾ മനസ്സിലാക്കി ആ കൃത്യമായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിന് സൂട്ടാവുന്ന എക്സ്പ്രഷൻസ് വെച്ച് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും എന്റെ മക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ വി ക്യാൻ മൂവ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 45 gram of ethylene glycol, that is C2H6O2, is mixed with 600 gram of water. അതായത് ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. You have to calculate the freezing point of depression. എന്ന് വെച്ച് കഴിഞ്ഞാൽ depression in freezing point. That means you have to calculate delta TF. Okay. Next, you have to calculate the freezing point of a solution. What is the freezing point of solution? That is TF. അപ്പൊ നിങ്ങൾക്ക് ഡെൽറ്റ TF-ഉം കാൽക്കുലേറ്റ് ചെയ്യണം, TF-ഉം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഡെൽറ്റ TF കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു കൻ ഈസിലി കാൽക്കുലേറ്റ് TF അല്ലെ. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ TF, T0F ആൻഡ് ഡെൽറ്റ TF ഒക്കെ പഠിച്ചു വെച്ചിട്ടില്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്കിത് പഠിക്കാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൾഡ് കൺട്രീസിലൊക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ആണ് അല്ലെ. പെട്ടെന്ന് തന്നെ ഈ വാട്ടർ ഒക്കെ ഫ്രീസ് ആവും. അത്രയും ലോവർ ടെമ്പറേച്ചർ ആണ് അവിടെ. അപ്പോ ഈ വാഹനങ്ങളില് വണ്ടി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് റേഡിയേറ്ററിൽ നമ്മൾ വെള്ളം ഒഴിക്കും അല്ലെ. പക്ഷെ ഈ വെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് ഫ്രീസ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? റേഡിയേറ്റർ ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് അത് ബേസ്റ്റ് ഔട്ട് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ഒപ്പം കുറച്ച് എത്തിലീൻ ഗ്ലൈക്കോൾ മിക്സ് ചെയ്യും. എത്തിലീൻ ഗ്ലൈക്കോൾ മിക്സ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഫ്രീസ് ചെയ്യുന്ന അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. സാധാരണ വാട്ടർ ഫ്രീസ് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ when we add ethylene glycol to this water we can lower the freezing point to -36 degree Celsius. അതായത് -36 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മാത്രമാണ് ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീസ് ആവുക. അപ്പൊ നമുക്ക് സാധാരണ രീതിയിലുള്ള ആ ഒരു ടെമ്പറേച്ചർ വരെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ വണ്ടിയൊക്കെ ഓടിപ്പിച്ച് പോകാനായിട്ട് സാധിക്കും. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് നന്നായി. ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഓക്കെ, സോ എത്തിലീൻ ഗ്ലൈക്കോൾ C2H6O2 is mixed with 600 gram of water. അപ്പൊ ഇതില് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡെൽറ്റ TF ആണ് അല്ലെ. We have already studied about one expression for delta TF. എന്തായിരുന്നു ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ? KF into WB into 1000 divided by MB
into WA. നമ്മൾ പഠിച്ച ഒരു എക്സ്പ്രഷൻ ആണ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങള് ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് കെ എഫ്. കെ എഫ് എന്ന് പറയുന്നത് വാട്ടറിന്റെ കെ എഫ് ആണ്. വാട്ട് ഇസ് ദ കെ എഫ് ഓഫ് വാട്ടർ? ബിക്കോസ് ഇറ്റ് ഇസ് എ സോൾവെന്റ് അല്ലെ. ഓരോ സോൾവെന്റിനും ഓരോ ഡെഫിനിറ്റ് കെ എഫ് വാല്യൂ ഉണ്ട് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. കെ എഫിന്റെ വാല്യൂ എത്രയാ? ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ, പരിങ്ങുണ്ടോ? ചെറുതായിട്ട് അല്ലെ, പറഞ്ഞുതരാം. ഇസ് 1.86 Kelvin kilogram per mole. And what is WB? Here the solute, WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the mass of the solute, and here the solute is ethylene glycol, and what is its mass? It is 45 gram. Okay, then MB. MB is the molecular mass of the solute. So molecular mass കാണാൻ വേണ്ടിയിട്ട് we have already given the molecular formula for ethylene glycol, that is C2H6O2. C2H6O2 എന്ന് പറയുമ്പോ 2 into 12 plus 1 into 6 plus 2 into 16, and that is 24 plus 6 plus 32. And what is the answer? It is 62. Okay, 62 gram per mole. So MB is 62 gram per mole. ഇനി എന്താ നമുക്ക് കിട്ടാനുള്ളത്? Is WA. And what is WA? തന്നിട്ടുണ്ടോ? WA, yes, given. It is 600 gram. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. You just substitute all those values in this expression. KF is 1.86 into WB is 45 into 1000 divided by what is MB? It is 62 into WA is 600. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2.25 കെൽവിൻ എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി ഡെൽറ്റ ടി എഫ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 2.25യുടെ ഒരു ലോവറിംഗ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെയാ കാണുന്നത്? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ഇത് മാറ്റിയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് മാറ്റാൻ പോകാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ ഒന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഡെൽറ്റ ടി എഫ് കിട്ടി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ അത് ആൻസർ ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു T0 F മൈനസ് ടി എഫ്. എല്ലാരും പഠിച്ചു വെച്ചിട്ടില്ലേ? T0 F എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, ആൻഡ് TF is the freezing point of the solution. അതാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ആൻഡ് ഡെൽറ്റ TF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് TF ആണ്. സോ TF is equal to T0 F minus delta TF. And what is T0 F? T0 F എന്ന് പറയുന്നത് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ആൻഡ് ഹിയർ ദ സോൾവെന്റ് ഈസ് വാട്ടർ. So what is the freezing point of water? That is 273 Kelvin minus delta TF is 2.25. അപ്പോ 273 2.25 നമ്മള് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 270.75 Kelvin. വെരി സിമ്പിൾ. കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ശരിക്കും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഈ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതൊക്കെ ഒന്നും തെറ്റിക്കാൻ പാടില്ല. T0 F എടുക്കുന്നതും TF എടുക്കുന്നതും ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്നുള്ളത്. 1 gram of a non-volatile solute dissolved in 50 gram of benzene lowered the freezing point of benzene by 0.40 Kelvin. Freezing point depression constant or molar depression constant is 5.12 Kelvin kilogram per mole. Find the molar mass of the solute. Okay. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ ക്വസ്റ്റ്യനും മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് വരാറ്. ഡെൽറ്റ ടി എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരില്ല എന്നല്ല അതിനർത്ഥം. കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് മോളിക്കുലാർ മാസ് കാൽക്കുലേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്? ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ എഴുതുക. പിന്നെ നമുക്ക് ഇവിടെ ഡാറ്റാസ് തന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് സൈഡിൽ എഴുതി വെക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊക്കെ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ആ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഹൗ ടു ഡിറ്റർമിൻ ദ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ആ എക്സ്പ്രഷൻ പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാം. മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ ആണ് KF ഇൻറ്റു WB ഇൻറ്റു 1000 ബൈ ഡെൽറ്റ TF ഇൻറ്റു WA. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഒന്ന് എടുത്ത് എഴുതി നോക്കാം. 1 gram of a non-volatile solute dissolved in 50 gram of benzene. അപ്പൊ തന്നെ മനസ്സിലായി സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണെന്നുള്ളത് അല്ലെ. സോൾവെന്റ് ഈസ് ബെൻസീൻ ആൻഡ് സൊല്യൂട്ട് ഈസ് ദി നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. പേര് പറഞ്ഞിട്ടില്ല. ഇത് ആഡ് ചെയ്തപ്പോ ഇറ്റ് ലോവേഴ്സ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.40 കെൽവിൻ. അതായത് സാധാരണയുള്ള ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന്, അതായത് സാധാരണ ആ ഒരു ബെൻസീന്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് കുറച്ചും കൂടി ലോവർ ചെയ്തു. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ ഹിയർ ദ ഡെൽറ്റ TF. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഇതിലൂടെ. ഇവിടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആഡ് ചെയ്തപ്പോ ലോവേർഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.40 കെൽവിൻ. അപ്പൊ 0.40 കെൽവിൻ എന്ന ആ ടെമ്പറേച്ചറിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ ടെമ്പറേച്ചറിന് ലോവറിങ് വന്നത്, ടെമ്പറേച്ചർ കുറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടുന്ന ഒരു കാര്യം എന്താ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബെൻസീനിലേക്ക് ആഡ് ചെയ്തപ്പോ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് ഗെറ്റ് ലോവേർഡ് by 0.40 Kelvin. That means in this question you are given the delta TF. സോൾവെന്റിൽ നിന്ന് അത് സൊല്യൂഷൻ ആയപ്പോ ടെമ്പറേച്ചർ ലോവർ ചെയ്തു. എത്ര ഡിഫറൻസ് അവിടെ വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 0.40 കെൽവിൻ. അത് തിരിച്ചറിയണം. ഓക്കെ, ഇനി ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ബെൻസീന്റെ ആണ്. ഓരോ സോൾവെന്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KF വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ഫോർ ബെൻസീൻ ഇസ് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് ഇവിടെ എഴുതി നോക്കാം. സോ ഫസ്റ്റ് WB ഇറ്റ് ഇസ് 1 gram and WA it is 50 gram and you have to calculate MB. Okay, KF for benzene that is also given as 5.12 Kelvin kilogram per mole. And what is next? Is delta TF. Delta TF is 0.40 Kelvin. എല്ലാം കിട്ടി. ഇതൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഉത്തരം കണ്ടുപിടിക്കാം. KF is 5.12 into WB is 1 into 1000 divided by delta TF is 0.40 into WA is 50. So solve ചെയ്ത് കഴിഞ്ഞാൽ we will get answer 256 gram per mole. So finally we got the molecular mass of the solute as 256 gram per mole. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ? നമുക്ക് എക്സ്പ്രഷൻ അറിയണം, ഡാറ്റാസ് കൃത്യമായിട്ട് എഴുതാൻ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. യൂണിറ്റ് കൃത്യമായിട്ട് എഴുതുക. അപ്പോ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. സോ അവർ തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എസ്കോർബിക് ആസിഡ്. കേട്ടിട്ടുണ്ടോ എസ്കോർബിക് ആസിഡ്? ഇറ്റ് ഈസ് വൈറ്റമിൻ C. And its molecular formula is given as C6H8O6 to be dissolved in 75 gram of acetic acid to lower its melting point by 1.5 degrees Celsius. KF of acetic acid is 3.9 Kelvin kilogram per mole. Question ഒക്കെ വളരെ സിമ്പിൾ ആണ്.
ആൻസർ വളരെ സിമ്പിൾ ആണ്. നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇതൊക്കെ കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഏതാണ് അവിടുത്തെ സോൾവെന്റ്, ഏതാണ് സൊല്യൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. സോ ക്വസ്റ്റ്യനില് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എസ്കോർബിക് ആസിഡ്. എസ്കോർബിക് ആസിഡിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് WB. കറക്റ്റ്. മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഹിയർ ദ സൊല്യൂട്ട് ഈസ് എസ്കോർബിക് ആസിഡ് ആൻഡ് ദ സോൾവെന്റ് ഇസ് അസറ്റിക് ആസിഡ്. 75 gram ഓഫ് അസറ്റിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ സോൾവെന്റ്. ഇനി എന്താ തന്നിട്ടുള്ളത്? 75 gram ഓഫ് അസറ്റിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WA തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 75 gram. അപ്പൊ എസ്കോർബിക് ആസിഡ് അസറ്റിക് ആസിഡിലേക്ക് ആഡ് ചെയ്തപ്പോ ലോവർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ബൈ 1.5 degree Celsius എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1.5 degree Celsius ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 1.5 degree Celsius എന്ന് പറയുന്നത് തന്നെയാണ് 1.5 Kelvin because it is the difference in temperature. അപ്പൊ 1.5 degree Celsius എന്ന് പറഞ്ഞാലും 1.5 Kelvin എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി KF തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഇറ്റ് ഈസ് 3.9 Kelvin kg/mole. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? We have to find out the molecular mass of the solute ascorbic acid and it is given, the formula is given C6H8O6. That means 6 into 12 plus 1 into 8 plus 6 into 16. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് it is 176 gram/mole. മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് 176 gram/mole എന്ന് കിട്ടി. ഇനി ഇതിനോട് റിലേറ്റ് ചെയ്തുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ TF is equal to KF into WB into 1000 divided by MB into WA. നമുക്ക് ഡെൽറ്റ TF ആണോ കാണേണ്ടത്? ആണോ? അല്ല. We have to calculate the mass of the ascorbic acid. That means we have to calculate WB. അപ്പൊ WB അതിൽ നിന്ന് എടുത്ത് എഴുതണം. WB is equal to ഇങ്ങനെ കിട്ടുക ഡെൽറ്റ TF into MB into WA divided by KF into 1000. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് WB ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമ്മളവിടെ നിർത്തി ബാക്കിയുള്ളതൊക്കെ ഓരോ സൈഡിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഇതുപോലുള്ള എക്സ്പ്രഷനിലേക്ക് എത്താൻ പറ്റി. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ TF എന്താ കിട്ടിയിട്ടുള്ളത്? 1.5 into what is MB is 176 into what is WA is 75 divided by what is KF is 3.9 into 1000. അങ്ങനെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരാണ് 5.08 gram. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കോപ്പി ചെയ്ത് എഴുതരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ വന്നത് കേട്ടോ. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് അവസാനിപ്പിക്കാം. ഇപ്പോഴും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ? ആരും എനിക്ക് പോരുത് കേട്ടോ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. Normal freezing point of solvent is 5 degrees Celsius. A 0.5 molar solution of urea in the solvent causes a freezing point depression of 2 degrees. Calculate the molar depression constant. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചെറിയൊരു എക്സ്പ്രഷൻ മാത്രം മതി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ഈസ് 5 degrees Celsius. ഒരു സോൾവെന്റിന്റെ സാധാരണയുള്ള ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, 5 degree Celsius ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A 0.5 molar solution of urea in the solvent causes a freezing point depression of 2 degrees. അതായത് 0.5 molar solution of urea ഈ സോൾവെന്റിലേക്ക് ആഡ് ചെയ്തപ്പോ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ലോവർ ചെയ്തു എന്ന് പറയപ്പെടുന്നു. എത്ര കണ്ട് ലോവർ ചെയ്തിട്ടുണ്ട്? 2 degrees. അതായത് 2 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ സോൾവെന്റിൽ നിന്ന് ഒരു സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോ അത് 2 ഡിഗ്രി അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഗിവൺ ദി ഡെൽറ്റ ടി എഫ്. അപ്പൊ തന്നെ അത് ഓടണം കേട്ടോ. ആ ലോവറിംഗ് ദി ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഡെൽറ്റ ടി എഫ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ നമുക്കിവിടെ ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് ദ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അതായത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താ? കെ എഫ് കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2 ഡിഗ്രി സെൽഷ്യസ്. 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോ ഇറ്റ് ഈസ് 2 കെൽവിൻ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഡിഗ്രി സെൽഷ്യസ് തന്നാലും കെൽവിനിലായാലും സെയിം ആണ് എന്നുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താ? മൊളാലിറ്റി ആണ് അല്ലെ. എം ഇസ് ഈക്വൽ ടു 0.5 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോ ഈ മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഓർമ്മ വരുന്നുണ്ടോ? വളരെ ചെറിയ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം അല്ലേ? അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് കെ എഫ് ആണ്. സോ കെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ എം. And what is delta TF? It is 2. And what is M? It is 0.5. That means 20 divided by 5. It is 4 Kelvin kilogram per mole. Answer കിട്ടിയില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയുമോ അല്ലേ? അപ്പോ എല്ലാവരും ഞാൻ ഇന്ന് പഠിപ്പിച്ചെന്ന പ്രോബ്ലംസ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കും. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ പഠിപ്പിച്ചെന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാവും. അവസാനിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരിക്കും അല്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ. അപ്പൊ ശരി, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.